ഷാഫിയുടെ നോമിനിയാണ് എന്നുള്ളതായിരുന്നു രാഹുൽ ആദ്യം കേട്ടപ്പോൾ. ഇനി അത് വിടാൻ തീരുമാനിച്ചു. പാലക്കാട്ടെ ജനങ്ങളുടെ നോമിനിയായി ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് മേടിച്ചു. അതിനകത്ത് ആ ചോദ്യത്തിന് ഞാനൊരു മറുപടി പറയാം. ഞാനല്ലോ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോയത്. CPM എനിക്ക് ചെയ്തു തന്ന, BJP എനിക്ക് ചെയ്തു തന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റവും വലിയ സഹായം ഷാഫി പറമ്പിലിന്റെ നോമിനി എന്നാണ്. പരാതി ശ്രീകണ്ഠന്റെ നോമിനി എന്നും കൂടെ പറഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഒരു സിറ്റിംഗ് MLA ആണല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം പാലക്കാട്ടെ മുഴുവൻ ആളുകൾക്ക് അറിയില്ല. ഞങ്ങളൊരു ഒരുമിച്ച് പ്രചരണം നടത്തി ഒരു 5-6 ദിവസം കൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രൂവ് ചെയ്യേണ്ടത് അവർ തുടക്കത്തിൽ തന്നെ ചെയ്തു തന്നതിനകത്തുള്ള സഹായവും നന്ദിയും ഞാൻ മറക്കത്തില്ല. അപ്പം മുൻപോട്ടായാലും അത് ശ്രീകണ്ഠന്റെയും ഷാഫി പറമ്പിലിന്റെ ഒക്കെ നോമിനി പിന്നെ അതില്ലെങ്കിൽ എത്ര പ്രചണ്ഡ പ്രചരണം നടത്തണം, അയാൾക്ക് എന്നോട് താല്പര്യം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ എന്തോരം പ്രചരണം ഞങ്ങൾ ഒരുമിച്ച് നടത്തണമായിരുന്നു. അതുണ്ടായില്ലല്ലോ. അത് ആ സഹായം, ആ പ്രചരണത്തിന്റെ ഫസ്റ്റ് പുള്ള് തന്നതിനകത്ത് എനിക്ക് ഇപ്പോഴും പ്രയാസം. ശ്രീകണ്ഠന്റെ നോമിനിയും ഒന്നും കൂടെ തുടക്കത്തിൽ തൊട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് മനസ്സിലായി. അല്ല, ഞങ്ങൾ ഈ മറ്റേ തമിഴ് സിനിമയിൽ പറഞ്ഞ പോലെ വീഴുവൻ എന്ന് നനത്തായോ എന്ന് ചോദിച്ച പോലെ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക. ഇത് ഇവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഇത് പാലക്കാടിന്റെ രാഷ്ട്രീയ വിജയമാണ്, പാലക്കാടിന്റെ മതേതര വിജയമാണ്, പാലക്കാടിന്റെ രാഷ്ട്രീയ ബോധത്തിന്റെയും മതേതര മൂല്യങ്ങളുടെയും വിജയമാണിത്. ഞങ്ങളെല്ലാവരും നിങ്ങളോട് പറഞ്ഞിരുന്നു, TV-യിലെ കൊടുങ്കാറ്റല്ല 23-ന്റെ റിസൾട്ട് എന്ന്. ഇതേ വാചകം നമ്മൾ പറഞ്ഞിരുന്നു, കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതിൽ പിന്നെ ചില ചാനലുകളോടൊക്കെ പ്രത്യേകിച്ചും പിന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തായിരുന്നു. ഞാൻ തൊട്ടായിരുന്നു. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. വേറെ ഇപ്പം ഞങ്ങൾക്ക് എതിരെ വാർത്ത വരുന്നതിൻ്റെയോ അല്ലെങ്കിൽ വിമർശനങ്ങളിൽ അങ്ങനെ അസഹിഷ്ണുതയുള്ള ആളുകളല്ല. നിങ്ങൾ നിരന്തരം ഞങ്ങളെ വിമർശിക്കാറുണ്ട്. പക്ഷേ ഒരു തരം പിന്നെ വേട്ടയാടുന്നത് പോലെ തരത്തിലുള്ളൊരു പ്രചരണങ്ങൾക്ക് ഇപ്പം ചിലർ പെട്ടിയൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടായിരുന്നു. ഞാനൊരു ദിവസം അവിടെ ചെന്നപ്പോൾ റീക്രിയേറ്റ് ചെയ്യുന്ന, അപ്പം അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞത് ജനങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെ. രണ്ടാമത് അപ്പോൾ പിന്നെ മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യം, ഇവിടുത്തെ ഇലക്ഷൻ്റെ സ്ട്രാറ്റജി നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ, അവർ മുൻപന്തിയിൽ വന്നില്ലേ, ഈ വിവാദങ്ങളൊക്കെ ആൻറ്റി ഗവൺമെൻറ് പോളിസികൾ ചർച്ച ചെയ്യുന്നതിൽ ഒളിച്ചോടാൻ അവർക്ക് സഹായകമായില്ലേ. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഇടങ്ങളിൽ ചിലപ്പോൾ വാർത്തകളിൽ ഫ്ലാഷ് ന്യൂസിൽ, ബട്ട് നെവർ ഇൻ പീപ്പിൾസ് മൈൻഡ്, ജനങ്ങളുടെ മനസ്സിൽ അതൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞു. പിന്നെ BJP-യെ പാലക്കാട് നിന്ന് മാറ്റാൻ പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നഗരഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാലക്കാട്ടെ ജനത ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. BJP-യുടെ CPM-മായി ചേർന്ന് നടത്തുന്ന ധിക്കാരവും അഹന്തയും, അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തി ആക്ഷേപങ്ങൾക്ക് അവരെല്ലാവരും കൂട്ടുകൂടിയത്, യഥാർത്ഥത്തിൽ BJP പരാജയപ്പെട്ടു, CPM പരാജയപ്പെട്ടു എന്ന് പറയുന്ന പോലെ തന്നെ പാലക്കാട് CJP പരാജയപ്പെട്ടു എന്നും കൂടെ പറയേണ്ടതാണ്. ആ കാര്യത്തിലും സംശയമില്ല. രണ്ടുപേരും നടത്തിയ വർഗീയ, ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാന്ന്, വടകരയിലെ കാഫറും ഇവിടുത്തെ പത്രപരസ്യമൊക്കെ ആ വഴി CPM ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാവണം. ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കിയും വ്യക്തിഹത്യ നടത്തിയും തെരഞ്ഞെടുപ്പ് കാലത്തെ മാധ്യമങ്ങളിലെ റെലവൻസ് വോട്ടായി മാറില്ല എന്നുള്ളതിന് 2 ഉദാഹരണങ്ങൾ വടകരയും പാലക്കാടും ഉണ്ട്. അന്ന് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ആ കാഫർ എൻ്റെ തലയെ കെട്ടിവെച്ചിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പോകില്ലേ, നാടിനിയും മുന്നോട്ട് പോകണ്ട. ആ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുക. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പോകും, നാടിനിയും മുന്നോട്ട് പോകണ്ടേ? പാലക്കാടിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള സാഹോദര്യ ഐക്യം, ഇത് അങ്ങനെ ഒരു സംഘർഷങ്ങളുടെ നാടല്ല, അങ്ങനെ ഒരു വ്യക്തി അധിക്ഷേപങ്ങളുടെ ആക്ഷേപങ്ങളുടെ നാടല്ല, വേട്ടയാടലുകളുടെ നാടല്ല. ഇവിടെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ പോലെയാണെങ്കിലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പുഞ്ചിരി കൊണ്ട് അവനവൻ്റെ രാഷ്ട്രീയം മുറുകെ പിടിക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനതയുള്ള നാടാണ്. ആ സ്നേഹത്തെ കളങ്കപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന ജനതയുടെ തീരുമാനമാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ദയവ് ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ജാതിയുടെയും മതത്തിൻ്റെയും അക്കൗണ്ടുകളിലേക്കും കള്ളികളിലേക്കും മരിച്ചു വെക്കാൻ അവർ തയ്യാറാവരുത്. പറയാൻ മറ്റൊന്നും ഇല്ലാത്തതിൻ്റെ പ്രയാസം തീർക്കാൻ ഇനി കള്ളി വരച്ച് കമ്പാർട്ട്മെന്റ് വരച്ചിട്ട് അതിനെ തിരിക്കാൻ തയ്യാറാവരുത്. കാരണം ഞങ്ങൾക്ക് മൂത്താന്തറയിൽ നിന്നും ചക്കാന്തറയിൽ നിന്നും മേപ്പറമ്പിൽ നിന്നും ഒക്കെ ഞാൻ കോട്ട് കൂടിയിട്ടുണ്ട്. എല്ലായിടത്തും ഞാൻ കോട്ട് കൂടിയിട്ടേ ഉള്ളൂ അല്ലേ. ഞങ്ങൾക്ക് നോർത്തിലും സൗത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും വരെ ഞങ്ങൾക്ക് കോട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ വോട്ട് വർദ്ധിച്ച ഇടങ്ങൾക്ക് ജാതിയുടെ വേർതിരിവുകളില്ല, മതത്തിന്റെ കമ്പാർട്ട്മെന്റുകളില്ല. പാലക്കാട്ടെ ജനതയുടെ സ്നേഹം പോലെ വിശാലമായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം ചില കണക്കൂട്ടുകളിലൊക്കെ കഴിഞ്ഞ് ആശങ്കയാണോ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരാൾ പാലക്കാട് നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്നുള്ളത് ജനങ്ങളുടെ സ്നേഹം കണ്ടിട്ട് പറഞ്ഞതാണ്, ഞങ്ങളുടെ ആരെയും അഹങ്കാരം പറഞ്ഞതല്ല. ആ ജനതയ്ക്ക് ഈ വിജയം സമ്മാനിക്കുന്നു. പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാണ്.
ഞങ്ങളുടെ എല്ലാവരുടെയും മേലെ, സ്ഥാനാർത്ഥിയുടെ മേലെ, പാർട്ടിയുടെ മേലെ, മുന്നണിയുടെ മേലെ ഇത് പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാണ്. അവർക്കിത് സമർപ്പിക്കുന്നു. അവരോടുള്ള നന്ദി 2011 മുതൽ ഇപ്പതായി 24 വരെയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ താഴെ വീഴാതെ നോക്കി പിടിച്ചു നിർത്തിയത് പാലക്കാട്ടെ ജനങ്ങളാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒപ്പം ഞാൻ ഒരു വരിയും കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ജയിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട വെച്ചിട്ട് കുറച്ച് ദിവസം ഞാൻ നിരന്തരം പാലക്കാട്ടേക്ക് വന്നിട്ട്, ഞാൻ ഇന്നലെ വടകര പോയിരുന്നു. അവിടെ ചെന്നിറങ്ങിയപ്പോൾ അവിടുത്തെ ആൾക്കാർ ഒരു 2 ആഴ്ചയായിട്ട് ഇവിടെ കണ്ടില്ലല്ലോ എന്നല്ല എന്നോട് ചോദിച്ചത്, പാലക്കാട് ജയിച്ചിട്ടല്ലേ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ എന്നാണ് വടകരക്കാരും ചോദിച്ചത്. അപ്പോൾ അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ജനങ്ങളാണ് രാഷ്ട്രീയത്തിൽ വരുത്. ഒരു കള്ളപ്രചരണത്തിനും അത് തകർക്കാൻ കഴിയില്ല, ഒരു വ്യാജ പ്രചരണത്തിനും ഇല്ലാതാക്കാൻ കഴിയില്ല, ഒരു ഭരണകൂട ഗൂഢാലോചനകൾക്കും അതിനെ തകർക്കാൻ കഴിയില്ല. ഒരു തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്ക് മുമ്പിലും ജനങ്ങളുടെ ശക്തി അലിഞ്ഞില്ലാതാവുകയില്ല. ഒരു കാര്യം കൂടി, ഇപ്പം ഈ ഷാഫി തുടർച്ചയായിട്ട് വരുന്ന ഒരു തെരഞ്ഞെടുപ്പ്, വടകരയിലേക്ക് മാറിയപ്പോൾ വന്നപ്പോൾ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ പ്രചരണ ഘട്ടത്തിൽ ഒരുപാട് വിവാദങ്ങളും ഒക്കെ വന്ന സമയത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ എനിക്ക് ശേഷം വരേണ്ട ഒരാൾ തീർച്ചയായും ജയിക്കണം, ഞാനൊരു സമ്മർദ്ദത്തിലേക്ക് പോകുന്നെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിരുന്നു? അല്ല, ജയിക്കണം എന്നുള്ളത് ഞാൻ ഇവിടുന്ന് പോയി അവിടെ ജയിച്ചപ്പോൾ തൊട്ടുള്ള ആഗ്രഹം അതാണല്ലോ. അത് ഒരു ഘട്ടത്തിലല്ല, എല്ലാ ഘട്ടത്തിലും ജയിക്കണം തന്നെയാണ് ആഗ്രഹം. അത് കേവലം വ്യക്തിപരമായിട്ടുള്ള എന്റെ പിന്തുടർച്ചാവകാശം എന്നുള്ളതല്ല. വിവാദങ്ങൾ നിരന്തരം ഉണ്ടാവുമ്പോഴും ഞങ്ങൾ നിങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലില്ലേ? നിങ്ങളുടെ ആർക്കൈവ്സിൽ അത് കൃത്യമായിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾ പറഞ്ഞത് എന്താ? ഇതല്ല പാലക്കാട്ടെ ഇലക്ഷൻ അജണ്ട, ഇതൊന്നും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയെ ബാധിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് എന്തിനുള്ള ശ്രമമായിരുന്നു എന്നുള്ളത് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി. 2, ഇവരുടെ രണ്ടുപേരുടെയും ഒരേ സ്വരം, അത് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ BJPയുടെ അതേ ശബ്ദത്തിൽ CPM കേരളത്തിൽ സംസാരിച്ചു തുടങ്ങുന്നു. അത് ഇവിടുത്തെ പത്രപരസ്യം, മുഖ്യമന്ത്രിയുടെ പ്രചരണം, അതുപോലെ തന്നെ അവരെടുത്ത നിലപാടുകൾ, ഇവിടെ ഒരു മന്ത്രിയൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളും ആക്ഷേപങ്ങൾക്കൊക്കെ കയ്യും കണക്കും ഉണ്ടോ? ഒരു മന്ത്രി നേരിട്ട് നിന്നിട്ടാണ് ഇത്തരം തിരക്കഥകൾക്കെല്ലാം നേതൃത്വം നൽകിയത്. അതിനോട് കൂട്ടുകൂടിയിട്ട് ഞാൻ അവിടെ പറഞ്ഞ വാചകമാണ്, ആ സംഘനൃത്തത്തിൽ BJP ആ ഗ്രൂപ്പ് ഡാൻസിൽ ഇവരോടൊപ്പം ചേർന്നു. അത് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, CPM പ്രവർത്തകരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അപകടകരമായ ആ പ്രവണതയെ കേരളത്തിന്റെ ജനാധിപത്യ മനസ്സ് അംഗീകരിക്കില്ല എന്നുള്ള വിധിയെഴുത്താണ് 18,840. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.